എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, അതുപോലെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ളതും, അതുപോലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത് എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പല വിദ്യാർത്ഥികളും +2 ശേഷം ഡിഗ്രി അഡ്മിഷൻ എങ്ങനെയാണ് നേടുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഗ്രി 2 തരത്തിലാണ് പഠിക്കാൻ സാധിക്കുക. ഒന്ന് മെറിറ്റായിട്ടും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വഴിയും, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയുമാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ സാധിക്കുക. ഒന്നാമത്തേത്, നിങ്ങൾ +2 ശേഷം നിങ്ങൾക്ക് വിവിധ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ട്, അതുപോലെ കേരളത്തിന് പുറത്തും വിവിധ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ കേരളത്തിനകത്ത് പഠിക്കുന്നവരുണ്ടാവും, കേരളത്തിന് പുറത്ത് പഠിക്കുന്നവരുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കോഴ്സുകളൊക്കെ +2 ശേഷം ചെയ്യാൻ സാധിക്കും. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ +2 ശേഷം ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക്, അതായത് എഞ്ചിനീയറിംഗ് പഠിക്കാനും അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ ഫീൽഡിൽ ഒക്കെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ടാകും. അതുപോലെ തന്നെ കൂടുതൽ വിദ്യാർത്ഥികളും ഈ ഒരു ഡിഗ്രി പ്രവേശനവുമായിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത്. അപ്പോൾ എങ്ങനെ ഡിഗ്രി പ്രവേശനം നേടാം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി പ്രവേശനം നേടുന്നതിനായിട്ട് കേരളത്തിൽ 4 സർവകലാശാലകളാണുള്ളത്. ഒന്ന് മഹാത്മാഗാന്ധി സർവകലാശാല, അതായത് MG യൂണിവേഴ്സിറ്റി, രണ്ടാമത്തേത് കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മൂന്നാമത്തേത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, നാലാമത്തേത് കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കുസാറ്റ് യൂണിവേഴ്സിറ്റിയുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും യൂണിവേഴ്സിറ്റികളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിവിധ യൂണിവേഴ്സിറ്റികൾ, അതായത് ഈ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് +2 റിസൾട്ടിന് ശേഷമാണ് ആരംഭിക്കുക. ഏകദേശം ജൂൺ മാസത്തോടെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്നത്. +2 ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏത് വർഷം +2 ജയിച്ചിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. +2 പാസ്സാവണം എന്നുള്ളതാണ് ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷ നൽകാനുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സയൻസ് ഗ്രൂപ്പാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് BSc കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ BSc മാത്സ് ഇതുപോലുള്ളവയും, അതുപോലെ തന്നെ BSc സുവോളജി, അതുപോലെ തന്നെ BSc ബോട്ടണി ഇതുപോലുള്ള കോഴ്സുകളും, അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ BCA, അതുപോലെ തന്നെ BBA, അതുപോലെ BCom എന്നിങ്ങനെ, അതുപോലെ BA കോഴ്സുകൾ എന്നിങ്ങനെയാണ് സാധാരണ ഗതിയിലുള്ള ഡിഗ്രി കോഴ്സുകളുള്ളത്. അതുപോലെ തന്നെ +2 ശേഷം നിങ്ങൾക്ക് BA ഏവിയേഷൻ കോഴ്സും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് +2 ശേഷം നിങ്ങൾക്ക് ഈ ഒരു എയർ ഹോസ്റ്റസ് ഒക്കെ ആവാനാണ് താല്പര്യം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് BA ഏവിയേഷൻ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കോഴ്സുകളും ഉണ്ട്. അപ്പോൾ BA ഏവിയേഷൻ കോഴ്സ് നിങ്ങൾ ചിലപ്പോൾ, അതായത് അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗീകാരമുള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി എങ്ങനെ അപേക്ഷ നൽകാൻ സാധിക്കുമെന്ന് നോക്കാം. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വെബ്സൈറ്റാണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് പ്രോസസ് അലോട്ട്മെൻറ്റ് നിലവിൽ ആരംഭിച്ചിട്ടില്ല. ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് നടപടികൾ ഏകദേശം ജൂൺ മാസം പകുതിയോടെയോ അല്ലെങ്കിൽ ജൂൺ ആദ്യവാരമോ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് +2 റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിവിധ യൂണിവേഴ്സിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി അതിൻ്റെ പ്രോസ്പെക്ടസും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഫീസ് അടച്ചുകൊണ്ട്, അതായത് ഫീസ് ഏകദേശം ഒരു 500-800 ഈ ഒരു റേഞ്ചിലാണ് വരിക. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരുന്ന ആ ഒരു ഫീസ്, ഓരോ യൂണിവേഴ്സിറ്റിക്കും ഫീസ് വരും. അപ്പോൾ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലാണ് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ ഒരു കോളേജിലാണ് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്തുള്ള യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ ഇതുപോലെ ആ ഒരു സമയത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്കാണ് പ്രവേശിക്കുക. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അതിൽ പറഞ്ഞത് പ്രകാരമുള്ള ഡീറ്റെയിൽസൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ആ ഒരു +2 മാർക്ക്, അതായത് ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു ഡിഗ്രി പ്രവേശനത്തിനായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുള്ളൂ, അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾക്ക് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് ഈ ഒരു വിവിധ യൂണിവേഴ്സിറ്റികൾ അവരുടെ വെബ്സൈറ്റിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നൽകാറുണ്ട്, അതായത് യൂട്യൂബ് ലിങ്കുകൾ നൽകാറുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടും അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, ഇതുപോലുള്ള റിലീജിയൻ, ഇതുപോലുള്ള കാര്യങ്ങൾ തെറ്റാതെ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ കാറ്റഗറി വൈസ് റിസർവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നൽകുന്ന ഡീറ്റെയിൽസ് തെറ്റിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ ലഭിക്കാതെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകി പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജും കോഴ്സുകളും നിങ്ങളുടെ ആ ഒരു പ്രയോറിറ്റി ബേസിൽ ഓപ്ഷനായിട്ട് നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം പിന്നീട്, അതായത് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി,
അതുപോലെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കുസാറ്റ് എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ ഈ വിവിധ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത്, അതായത് നിങ്ങൾക്ക് നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അക്ഷയ സെൻറ്റർ വഴി അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയും സാധിക്കുന്നതാണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട്. അതിനായിട്ട് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് +2 റിസൾട്ട് വന്ന ശേഷം ആ ഒരു റിസൾട്ടിൻ്റെ കോപ്പി ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റ്, അതുപോലെ ഇൻകം, അതുപോലെ തന്നെ കാസ്റ്റ്, നോൺ ക്രിമിനൽ ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകളും, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളും, അതുപോലെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ ഫോട്ടോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ആവശ്യമാണ്. അതായത് എന്നിങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളും ആവശ്യമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകി ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോളേജും കോഴ്സുകളും ഓപ്ഷനായിട്ട് നൽകാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം, അതായത് നിശ്ചിത തീയതി വരെയാണ് അപേക്ഷ നൽകാനായിട്ട് അവസരം ലഭിക്കുക. അപ്പോൾ ആ ഒരു ഡേറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനും അതുപോലെ അപേക്ഷയിലെ ചില വിവരങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനും അവസരം ലഭിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ താൽക്കാലികമായിട്ടെങ്കിലും അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ്. അങ്ങനെ അഡ്മിഷൻ എടുക്കാതെ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ വരെ, അതുപോലെ ഫോർത്ത് അലോട്ട്മെൻറ്റ് വരെ അലോട്ട്മെൻറ്റ് നടക്കും. ഈ ഒരു അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അതത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള കോളേജുകളും കോഴ്സുകളും മാത്രം ഓപ്ഷൻ നൽകുക. അതുപോലെ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ, അതായത് നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സാണ് ആദ്യം കിട്ടേണ്ടത് ആ ഒരു കോഴ്സിൽ മുൻഗണന പ്രകാരം ആ ഒരു കോഴ്സ് അതുപോലെ കോളേജ് നൽകാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം 4ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് അതായത് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. അപ്പോൾ അതിനുശേഷം പിന്നീട് ബാക്കി വരുന്ന സീറ്റിലേക്ക് +2 തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കൂടി അപേക്ഷ നൽകുന്നതിനായിട്ട് അവസരം ലഭിക്കും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റിന് സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ്, അല്ലെങ്കിൽ അതായത് ഈ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് സ്പെഷ്യലായിട്ട് ഒരു അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ആ ഒരു അലോട്ട്മെൻറ്റ് നടത്തുക. ആ ഒരു ഘട്ടത്തിൽ ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് അഡ്മിഷൻ നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ വീണ്ടും നൽകാനായിട്ട്, അല്ലെങ്കിൽ അപേക്ഷയിൽ എഡിറ്റ് ചെയ്ത് പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അവസരം ലഭിക്കും. അപ്പോൾ അതിനുശേഷം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യുന്നത് വരെ ഈ ഒരു അലോട്ട്മെൻറ്റ് നടക്കുകയും ആ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതത് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് ശേഷം എവിടെയും അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് കോളേജുകൾ വഴി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കാൻ സാധിക്കും. അതായത് പ്രൈവറ്റ് കോളേജുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ വിവിധ പ്രൈവറ്റ് കോളേജുകൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ്, അതായത് നിങ്ങൾക്ക് BCOമോ അല്ലെങ്കിൽ BAയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതായത് ചെറിയ ഫീസ്, അതായത് ഗവൺമെൻറ് കോളേജിനേക്കാൾ കുറച്ച് ഫീസ് അധികം ഉണ്ടാകും. അതായത് ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീസ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉള്ളതുപോലെ ഉണ്ടാകുക. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ BCOM ഒക്കെയാണ് ഡിസ്റ്റൻസ് ആയിട്ട്, അതായത് ഈ ഒരു കോച്ചിങ്ങിന്, അതായത് പ്രൈവറ്റ് കോളേജുകൾ വഴി പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷം 17,000-18,000 രൂപ ആ ഒരു ട്യൂഷൻ ഫീസ് ഇനത്തിലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീസ് ഇനത്തിൽ ഏകദേശം 4,000-5,000 ആ ഒരു റേഞ്ചിലും ഫീസ് വരുന്നതാണ്. ടോട്ടൽ ഏകദേശം ഒരു 30,000-നകത്ത് ആ ഒരു വാർഷിക ഫീസ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഈ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ വെച്ചുകൊണ്ടും ഡിഗ്രി പഠിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം ആ ഒരു രീതി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി നേടാൻ ശ്രമിക്കുക. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു പ്രൈവറ്റായിട്ടോ മറ്റോ പഠിക്കാനായിട്ടും ശ്രമിക്കുക. കാരണം ഈ ഒരു ഡിസ്റ്റൻസ് ആയിട്ട്, അതായത് സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത് സംശയങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആ ഒരു പരിഹരിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഫീസ്, അതുപോലെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആ ഒരു സമയം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിലാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു ഫീസുകൾ, ചില കോളേജുകൾ ആ ഒരു ഫീസ് കളക്ട് ചെയ്ത് അവർ തന്നെ ആ ഒരു ഫീസ് അടക്കാറുണ്ട്. ചില കോളേജുകൾ സ്വന്തമായിട്ട് അടക്കാനായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് +2 റിസൾട്ട് വന്ന ശേഷം വിവിധ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. കേരളത്തിന് പുറത്തും വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിവിധ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താവാനാണോ താല്പര്യം അതിനനുസരിച്ച് ആ ഒരു കോഴ്സുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.